ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരെ, പല്ലികളെയും പാറ്റകളെയും എലികളെയും എങ്ങനെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സവാള വെച്ച് എങ്ങനെ തുരത്താമെന്ന് കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സവാളയൊക്കെ അധികം മേടിച്ച് വയ്ക്കുന്ന ഒരു സാധനമാണ്, ദിവസം ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ സവാള. അപ്പോൾ അതങ്ങനെ നമ്മൾ വിലയൊക്കെ കുറയുമ്പോൾ നമ്മൾ അധികം മേടിച്ച് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ചീഞ്ഞു പോകാതിരിക്കാനുള്ള ടിപ്പാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ പീസ് നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടാവില്ലേ, ആ ന്യൂസ് പേപ്പറിൻ്റെ ചെറിയ ചെറിയ പീസ് ഇതുപോലെ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ സവാളയുടെ ഇടയിലായിട്ട് വെച്ച് കൊടുത്താൽ അധികം വരുന്ന ഈർപ്പമൊക്കെ ഈ ഒരു പേപ്പർ വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകാതെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പിച്ചിട്ട് ഇങ്ങനെ ചെറിയ പീസുകളാക്കി അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചെടുത്തിട്ട് സവാളയുടെ ഇടയിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഈർപ്പൊക്കെ വലിച്ചെടുത്തിട്ട് പെട്ടെന്നൊന്നും പൂപ്പലോ നാശാവോ ഒന്നും ചീഞ്ഞു പോകാതെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റൊക്കെ ഫ്രിഡ്ജിൽ മേടിച്ച് വെക്കുമ്പോൾ കുറച്ച് നാളൊക്കെ കഴിയുകയാണെങ്കിൽ അതൊന്നും ഇങ്ങനെ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ ചീഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊന്നും ഇല്ലാതെ കുറേ നാൾ നമുക്ക് വില കുറയുമ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ മേടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാനുള്ള ടിപ്പാണ് ഇപ്പം ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേ എടുത്തിലേക്ക് ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് സവാളയുടെ തൊലി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ദിവസം സവാളയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെയൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ പാത്രത്തിലേക്ക് അടിയിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ക്യാരറ്റ് അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുകയാണ്. കുറേ നാൾ നമുക്ക് ക്യാരറ്റ് ഒട്ടും കേടൊന്നുമില്ലാതെ ചീഞ്ഞു പോകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കുക. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ചില പെൻസിലുകളൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല പെൻസിലുകൾക്കൊക്കെ ചില സമയത്ത് റബ്ബർ ബാക്കിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉപകാരമാണ്. നമ്മൾ വേറെ റബ്ബറിന് എക്സ്ട്രാ കൊണ്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ റബ്ബർ ഇല്ലാത്ത പെൻസിലൊക്കെ ആണെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒരു റബ്ബർ പാൻറ്റ് ചുറ്റിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഇതുപോലെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഇതുപോലെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ അതുപോലെ യൂസ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതിയിട്ട് മായ്ക്കാനൊക്കെ പെട്ടെന്ന് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ബാക്കിൽ റബ്ബറുള്ള പോലെ തന്നെ ഇതുപോലെ നമുക്ക് മായ്ച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉപകാരമാവും കേട്ടോ. അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ കുട്ടികൾ തന്നെ ഇതായിക്കോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള ട്രിപ്പാണ്. റബ്ബർ എക്സ്ട്രാ കൊണ്ട് നടക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ ഒന്ന് മായ്ച്ചു കൊടുത്താൽ മതി. പെൻസിലിൻ്റെ യൂസേജ് മാത്രമല്ലേ റബ്ബർ അങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ റബ്ബർ പാൻറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞെങ്കിൽ കുട്ടികൾ അത് വെച്ചിട്ട് മായ്ച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ റവയൊക്കെ മേടിച്ച് സൂക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെള്ള്, പുഴുക്കൾ, അതുപോലെ ഇങ്ങനെ നൂല് പോലെയുള്ള പുഴുക്കൾ, ചെള്ള് അതൊക്കെ വന്ന് അതുപോലെ തന്നെ പെട്ടെന്ന് കേട് വരാനുള്ള സാധനമാണ് അല്ലേ റവ. അങ്ങനെ നമ്മൾ ബൾക്കായിട്ട് മേടിച്ച് സൂക്ഷിക്കുന്ന കുറച്ചാണെങ്കിൽ നമ്മൾ റവ സൂക്ഷിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അല്ലെങ്കിൽ ഷേക്ക് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ ചെള്ളുകളോ പുഴുക്കളോ അതുപോലെ തന്നെ ഇങ്ങനെ നൂല് പോലെയുള്ള ചെറിയ ചെറിയ പ്രാണികളോ ഒന്നും വരാതെ നമുക്ക് കുറേ നാൾ കേടൊന്നുകൂടെ നല്ല ഫ്രഷോട് കൂടിയിട്ട് റവ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട കിടിലൻ ടിപ്പ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അകത്താണെങ്കിലോ നമ്മൾ പുറത്ത് റവ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കാസറോളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന കാസറോൾ 2 ദിവസം നമ്മൾ ഉപയോഗിക്കാതെ അടച്ചു വെച്ചു എന്ന് വിചാരിക്കുക. പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ എയർ ടൈറ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഒരു ബാഡ് സ്മെല്ല് വരാനുള്ള നല്ല രീതിയിൽ ബാഡ് സ്മെല്ല് ഉണ്ടായിരിക്കും. കാരണം അത് എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ തുറന്ന് വെക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും അടച്ച് വെച്ച് സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ ഫുഡൊക്കെ എടുത്ത് വയ്ക്കുന്നത് സംഭവമായതുകൊണ്ട് അതിലൊരു ബാഡ് സ്മെല്ല് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ദിവസം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണ്. പിന്നീട് തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ബാഡ് സ്മെല്ലൊന്നും വരാതെ നല്ല രീതിയിൽ സാധാ പോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഫുഡ് സൂക്ഷിക്കുന്ന സാധനം കുറച്ച് നാൾ എടുക്കാതിരുന്നാൽ ബാഡ് സ്മെല്ല് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സവാള വെച്ച് നമ്മളെ വീട്ടിലെ ശല്യക്കാരെ, പല്ലികളെയും പാറ്റകളെയും എങ്ങനെ തുരത്താമെന്ന് നോക്കാനുള്ള ടിപ്പാണ്. അപ്പം ഞാനിതേ സവാള എടുത്തിട്ടുണ്ട്. ആ സവാള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ.
അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചുവന്നുള്ളി. നല്ലൊരു രൂക്ഷഗന്ധമാണ് സവളയേക്കാളും കുറച്ചുകൂടി ചുവന്നുള്ളിക്ക് ഉണ്ടാവും. അതുകൂടി ഇട്ട് കൊടുക്കും നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നന്നായി തന്നെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിറച്ച് ഈ ഒരു മിക്സിയിൽ ജാർ നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു വേറൊരു കുപ്പിയിലേക്കോ പാത്രത്തിലേക്കോ നമുക്കൊന്ന് അരിച്ചിട്ട് കൊടുക്കണം. ഒരു പഴയ വല്ല അരിപ്പ നമ്മുടെ വീട്ടിൽ ഉപയോഗശീലമായിരിക്കുന്ന അരിപ്പകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിപ്പ വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഈ മിക്സ് ഒന്ന് അരിച്ചൊഴിക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം ഈ സവാള ഒന്നും കളയാനൊന്നുമില്ല കേട്ടോ. സവാള നമ്മൾ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ചെടികളുടെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമുക്കൊരു പാരസിറ്റാമോളിൻ്റെ ഗുളിക, ഡേറ്റ് കഴിഞ്ഞ ഗുളികയാണ് കൂടുതലും നല്ലതാണ് കേട്ടോ. അപ്പം നല്ല ഒരു ഗുളികയാണുള്ളത്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ ഗുളിക ഒന്ന് വലിച്ചെറിയൊന്നും ചെയ്താൽ അത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ ഒരു ഗുളിക എടുത്തിട്ട് ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. 100% റിസൾട്ട് നൽകുന്ന കിടിലൻ സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ആഴ്ചകളോളം ഇത് നമുക്ക് കേടുകൂടാതെ നമ്മളൊരു കുപ്പിയിലായിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആഴ്ചകളോളം നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇത് ഞാനൊരു ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിലേക്കാണ്. നിങ്ങൾ സ്പ്രേ ബോട്ടിലില്ലെങ്കിൽ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടാവും, അതിലേക്ക് ആക്കി കൊടുത്താലും മതി. അല്ലെങ്കിൽ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ മൂടിയിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെയും പാറ്റകളെയും അതുപോലെ തന്നെ ബാത്റൂമിൽ നമുക്ക് ശല്യക്കാര പല്ലികൾ പാറ്റകളെയൊക്കെ എലികളെയും പാമ്പുകളൊക്കെ തുരത്താനുള്ള കിടില സൊല്യൂഷനാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ട് എത്ര നമ്മൾ തുടച്ചെടുത്താലും ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും അംശങ്ങളുണ്ടാവും. അത് കഴിക്കാനായിട്ട് പല്ലികൾ പാറ്റകളൊക്കെ വന്നിട്ട് ഇതിൻ്റെ ചോട്ടിലൊക്കെ അങ്ങനെ നമ്മൾ ജസ്റ്റ് രാത്രിയൊക്കെ ഒന്ന് കുറച്ച് നേരം കിടന്നതിന് ശേഷം വന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ കാണാം അവരുടെ കലാപരിപാടികളൊക്കെ കാണുന്നതായിട്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ ഇതുപോലെ ഡെയിലി നമുക്ക് ഒരു 2-3 ദിവസം അടുപ്പിച്ച് തന്നെ ചെയ്ത് കൊടുത്താൽ നമുക്കിതിൻ്റെ നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ കിച്ചൺ സിങ്കിലൊക്കെ ഞാൻ ബാക്കിയുള്ളൊരു സൊല്യൂഷനും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ കുപ്പിയിലുള്ള സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ സ്പ്രേ കുപ്പിയിലുള്ളത് അത് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി വന്നതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്ത് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ബാക്ടീരിയകൾ ബാഡ് സ്മെല്ലൊക്കെ മാറാനും അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പല്ലികൾ പാറ്റകളൊക്കെ വന്ന് സ്ഥിരമായിട്ട് അതിൻ്റെ കാഷ്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ കിച്ചൺ സിങ്ക് നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും. അതിനുള്ള പല്ലികൾ പാറ്റകളൊന്നും വന്നു പോകാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ തറയുടെ ചുറ്റും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലികളുടെയും പാമ്പുകളുടെയും എലികളുടെയും പാമ്പുകളുടെയും ഒന്നും ശല്യം ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും. ഇതിന് ഈ സവോളയ്ക്ക് ചുവന്നുള്ളിക്കൊക്കെ ഒരു രൂക്ഷഗന്ധം ഉള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് തന്നെ അവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത സ്മെല്ലാണ് കേട്ടോ. ആ ഭാഗത്തേക്ക് തന്നെ എലികൾ പെരിച്ചാഴികൾ അതുപോലെ പാമ്പുകളൊന്നും വരില്ല കേട്ടോ. ചെറിയ ഇഴജീവികളൊന്നും വരാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീടിൻ്റെ ചുറ്റുഭാഗത്തും ഇതൊന്ന് തളിച്ച് നോക്കുക. പാരസിറ്റാമോളിൻ്റെ ഗുളികയൊക്കെ ഉള്ളത് കൊണ്ട് അതങ്ങനെ നക്കാനിടയായാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കിടിലൻ ടിപ്പാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കും. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം.